ഹായ്, എൻ്റെ പേര് പ്രണവ് പി മനങ്ങ്. ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 800 വാങ്ങിയിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണ്. ഞാൻ തിരുവനന്തപുരത്തെ ഫോർച്യൂൺ IAS അക്കാഡമിയിലെ സയൻസ് ആൻഡ് ടെക്നോളജി അധ്യാപകൻ കൂടിയാണ്. 2019 മുതൽ ഞാൻ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 5 ഇയേഴ്സിന് ശേഷം ഈ കൊല്ലം എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റി. 2021 ഞാൻ ഇന്റർവ്യൂ വരെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് കയറാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ഫൈനൽ ലിസ്റ്റിലേക്ക് കയറി. എന്നാൽ വിചാരിച്ച റാങ്ക് കിട്ടിയിട്ടില്ല. ഐ എം ട്രൈങ് ടു ഇംപ്രൂവ്. 1 more ടൈം ഒന്ന് എഴുതി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആ ഒരു കരിയറിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പഠിച്ചതിനൊക്കെ ശേഷം ഒരിക്കലും ഒരു അൺഎംപ്ലോയിഡ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് സിവിൽ സർവീസ് എന്നൊരു ഓപ്ഷനിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ ആ തുടക്കത്തിൽ എനിക്ക് റിസർച്ച് ഒക്കെ ആയിരുന്നു താല്പര്യം. പക്ഷെ പിന്നീട് എൻ്റെ കുറേ ഫ്രണ്ട്സ് സിവിൽ സർവീസിൽ കയറി അവർ വളരെയധികം സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ പക്ഷെ അന്നൊക്കെ ഒരുപാട് മിസ്കൺസെപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഓപ്ഷനിൻ്റെ പേപ്പർ മാത്രം വെച്ച് കയറി പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് അന്ന് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എത്രത്തോളം സീരിയസ് ആയിരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ അത്യാവശ്യം ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ഒരു സിവിൽ സർവീസ് ജേണിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം കൂടി ഷെയർ ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ അതൊരു അൾട്രാ ജീനിയസുകൾ, ഭയങ്കരമായിട്ടുള്ള ഇന്റലക്ച്വലുകൾ അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളൊരു എക്സാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും പാസ്സാകണമെന്ന് ഉറപ്പുള്ളൊരു എക്സാമൊന്നുമല്ല. എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കുന്ന ഒരു എക്സാമിനേഷനാണ് UPSC സിവിൽ സർവീസ്. അപ്പോൾ അവിടെ ജീനിയസ് ഇൻ്റലിജൻറ്റ് ഫാക്ടറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 കൊല്ലം കണ്ടിന്യൂസ് ആയി പ്രിപ്പയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. കണ്ടിന്യൂസ് ആയി എല്ലാ ദിവസവും ഒരേ ബോറിംഗ് വർക്ക്, മൺഡെയിൻ ടാസ്ക് കണ്ടിന്യൂസ്ലി ഡെയിലി ചെയ്ത് പോകാനുള്ളൊരു മനസ്സാണ്, ആ ഒരു പെർസിസ്റ്റൻ്റ് മനസ്സാണ് നമുക്ക് സിവിൽ സർവീസ് പാസ്സാവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ന്യൂസ് പേപ്പർ വായിക്കുന്നു, ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട് മേക്ക് ചെയ്യുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അത് പഠിക്കുന്നു, ഓപ്ഷണലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ഓപ്ഷണൽ പഠിക്കുന്നു, അതുകൂടാതെ NCERTs കവർ ചെയ്യാൻ ശ്രമിക്കുന്നു, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ പഠിക്കുന്നു. സോ ദിസ് പ്രോസസ് ഹാസ് ടു കണ്ടിന്യൂ ഫോർ ലൈക്ക് 1 വർഷം 1.5 വർഷം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം അതിൽ അങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം പോരാ, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കിന് ഒരു ഡിസൈനും കൂടി വേണം. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് അത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, റാൻഡം ആയിട്ട് പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. 3 ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. അതിൽ പ്രിലിംസിന് പഠിക്കുന്ന രീതിയിലല്ല നമ്മൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിലിംസിനും പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ല ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോന്നിൻ്റെയും ഡിമാൻഡുകൾ വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ, പ്രിലിംസ് എക്സാമിനേഷൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റത്തെ വാക്കെന്ന് പറയുന്നത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ്, മീനിങ് കറണ്ട് അഫയേഴ്സ്. ആ ഒരൊറ്റ വാചകം വയ്ക്കുന്നതോടുകൂടി സൂര്യന് താഴെയും മുകളിലുമുള്ള എന്തിനെപ്പറ്റി UPSCക്ക് ചോദിക്കാമെന്നാണ്. മീനിങ് കറണ്ട് അഫയേഴ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് UPSC പ്രിലിംസ് എക്സാമിനേഷൻ. അപ്പോൾ അത് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കോംപ്രഹെൻസീവായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. സിലബസ് ഒരിക്കലും മുഴുവൻ തീരില്ല. എത്ര നന്നായിട്ട് പഠിച്ചിട്ടുള്ളത്, ഞാനൊക്കെ എന്ന് വെച്ചാൽ 5 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് പോലും പ്രിലിംസിൻ്റെ 100 ക്വസ്റ്റ്യൻസുകളിൽ 35-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ എക്സാക്ട്ലി അറിയുന്നത് ഉണ്ടാവില്ല. മുഴുവനായിട്ടും അറിയാവുന്ന ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം 35-ൽ കൂടുതൽ ഒരിക്കലും വരില്ല. അപ്പം എന്നാലും നമ്മളൊരു 80-ന് മുകളിൽ നമ്മൾ അറ്റംപ്റ്റ് കൊടുത്തിരിക്കണം. അപ്പം എങ്ങനെയാണ് 35 ക്വസ്റ്റ്യൻ മാത്രം അറിയാവുന്ന ഒരാൾ 80 എണ്ണത്തിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത്? അവിടെ നമ്മൾ സ്കില്ലാണ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനുള്ള സ്കില്ലാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ് പ്രിലിംസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. കണ്ടന്റ് പഠിക്കുന്നു, നോളജ് ഗെയിൻ ചെയ്യുന്നു, പക്ഷെ നോട്ട് ഇനഫ് എന്നുകൂടി വേണം. കൃത്യമായിട്ട് MCQs സോൾവ് ചെയ്ത് പഠിക്കണം. ഓരോരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും അതിന് പുറമെ നമ്മൾ ആ ഏരിയയിൽ നിന്ന് വരുന്ന MCQs സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു പ്രിലിംസിന് മുമ്പുള്ള ഒരു 3-4 മാസത്തിൽ ഒരു 10,000 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ MCQs സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മുഴുവനായിട്ട് അറിയാത്തൊരു ക്വസ്റ്റ്യൻ പോലും അതിൽ നിന്നുമുള്ള എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട്, എന്തെങ്കിലും ലോജിക് ഉപയോഗിച്ചുകൊണ്ട്, എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റേതെങ്കിലും രീതിയിലുള്ള എഡ്യൂക്കേറ്റഡ് ഗസ്സസ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് പ്രിലിംസിന് വേണ്ടത്.
മെയിൻസ് എക്സാമിനേഷന് അങ്ങനെയല്ല. മെയിൻസ് പ്രിലിംസിന് വേണ്ടത് നമുക്കൊരു റീകളക്റ്റിംഗ് മെമ്മറിയാണ്, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് പ്രിലിംസിന് വേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വേണം, അല്ലാതെ ഓർത്തെടുത്ത് എഴുതേണ്ട ഒരു ആവശ്യമില്ല. റീകളക്ഷൻ ഈസ് നോട്ട് നീഡഡ് ഫോർ പ്രിലിംസ് ദാറ്റ് മച്ച്. കാണുമ്പോൾ ഓർമ്മ വന്നാൽ മതി, ഇയാൾ എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ എന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർത്ത് വന്നാൽ മതി. പക്ഷേ മെയിൻസിന് അങ്ങനെയല്ല. മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മയിൽ നിന്നും റീകളക്ട് ചെയ്തിട്ട് എഴുതേണ്ട ഒരു എക്സാമിനേഷനാണ് മെയിൻസ് എക്സാമിനേഷൻ. അത് 9 പേപ്പർ ഉണ്ട്, അതിൽ 7 പേപ്പറിൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യും. ആ 7 പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 മാർക്കാണ് ഓരോന്നിനും ഉണ്ടാവുക. അതും തന്നെ 3 മണിക്കൂർ കൊണ്ട് എഴുതും വേണം. 20 ക്വസ്റ്റ്യൻ 3 മണിക്കൂർ കൊണ്ട് എഴുതണം. അപ്പോൾ ആ കുറഞ്ഞ സമയത്തിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസുകൾ എഴുതേണ്ടി വരുമ്പോൾ കൃത്യമായിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും റീകളക്ട് ചെയ്ത് ഏറ്റവും ലോജിക്കലായിട്ടുള്ള രീതിയിൽ അവയെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ എഴുതുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക്കാണ്. അത് ആദ്യമായിട്ട് പോയിട്ട് ചുമ്മാ പോയി എക്സാം ഹാളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് വേണം. പഠിക്കാനുള്ള കണ്ടന്റ് മെയിൻസിന് പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കാരണം വെരി വെൽ ഡിഫൈൻഡ് സിലബസ് ആണ്. ആ സിലബസിന് പുറത്തുനിന്നൊരു സാധനം പോലും UPSC ചോദിക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ് മെയിൻസ് എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റിനേക്കാളും ആ പഠിച്ച കണ്ടന്റിനെ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും 1-2 ആൻസർ വീതം വെച്ചിട്ടെങ്കിലും 150 വാക്കിൻ്റെയും 250 വാക്കിൻ്റെയും ആൻസറുകൾ എഴുതി ശീലിക്കേണ്ടതായിട്ട് വരും. ചെറിയ ഇൻട്രൊഡക്ഷനിൽ ഡയഗ്രാംസുകളും മാപ്പുകളും ചാർട്ടുകളും ക്വട്ടേഷൻസുകളും കേസ് സ്റ്റഡീസും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആൻസറുകൾ എഴുതിയിട്ടുള്ള ശീലം തുടക്കം മുതലേ എഴുതി ശീലിച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന ഒരു എഫക്റ്റീവ്നെസ്സോട് കൂടി നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ട പഠിത്തവും അതിന് വേണ്ട ട്രെയിനിങ്ങും ഈ രീതിയിലാണ്. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിലൂടെ പോകുന്ന ഒരു ട്രെയിനിങ് ആണ് അതിനാവശ്യം. അപ്പോൾ അത് മെയിൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അവിടെ നോളജിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ളൊരു വ്യക്തിയാണ്, നമ്മളൊരു അധികാരിയുടെ മേലെ ചാടിക്കേറി കഴിക്കുന്ന ഈ ഭരചന്ദ്രൻ IPS അങ്ങനെയുള്ള ഒരാളല്ല. നമ്മളെങ്ങനെയാണ്, നമ്മളൊരു വളരെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് സംസാരിക്കുവാനും നമ്മൾക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഒപ്പീനിയൻസുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അവിടെ നോളജിനേക്കാളും ഇമ്പോർട്ടൻ്റ് എങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ നമ്മൾ ന്യൂസ് പേപ്പറുകളിലൂടെ പരമാവധി ന്യൂസ് പേപ്പറുകൾ കവർ ചെയ്യുന്നു. നമ്മളുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വയ്ക്കുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ഓരോ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷനും അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ടെക്നിക് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതിങ്ങനെ ഒരു 1.5 വർഷം, 1 വർഷം പഠിക്കാനും 1 വർഷം എക്സാമിനേഷൻ എന്ന് പറയുന്നത് തന്നെ 1 ഇയർ ലോങ് ആണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും കാലം നമ്മളത് പെർസിസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ പ്രോസസ്. എല്ലാ ദിവസവും നമ്മൾ ഒരേ പ്രോസസ്സ് തന്നെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ലല്ലോ, ഞാനത് മര്യാദയ്ക്കാണോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മളൊരു പ്രോസസ്സിലൂടെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ വളരെ ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള പ്രോഗ്രസ് നമുക്കുണ്ടാവും. ആ ഇൻക്രിമെൻ്റൽ പ്രോഗ്രസ് ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് തോന്നില്ല. ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണണമെങ്കിൽ സമയമെടുക്കും. ചിലപ്പോൾ ഒരു 6 മാസം 7 മാസത്തേക്ക് ടൈം ഗ്യാപ്പിലേക്ക് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് ഓക്കെ 6 മാസത്തെ മുമ്പത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ ഇത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വെരി സ്മോൾ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആണ് നമ്മുടെ പെർഫോമൻസിൽ ഉണ്ടാവുള്ളൂ. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ UPSC പ്രിപ്പറേഷൻ്റെ ഒരു ജനറലി നമുക്ക് പറയാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് എക്സാമിനേഷന് പല കാരണങ്ങൾ കൊണ്ട് എക്സാമിനേഷൻ ഈ സിവിൽ സർവീസ് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ചിലർ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരിക്കാം. കുറേ പേര് മറ്റേ വിക്രമാദിത്യൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് കയറി വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സ്ഥാനം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനൊന്നും സർവീസിലേക്ക് വരരുത്. നമ്മളത് എന്താ പറയുക, മന്ത്രിമാരുടെ തലയിൽ കയറി നിൽക്കുന്ന അങ്ങനെ ഒരു ഒന്നുമല്ല. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ ജനാധിപത്യ രാജ്യത്ത്
ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മളുടെ പോളിസികൾ തീരുമാനിക്കുന്നത്. അത് പൊളിറ്റീഷ്യൻസുകളായിട്ടുള്ള മന്ത്രിമാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യാനും അങ്ങനെയുള്ള ആ മന്ത്രിമാർക്കൊക്കെ കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ കുറച്ചൊക്കെ ഹ്യൂമിലിറ്റിയോട് കൂടി, കുറച്ചൊക്കെ എന്താ പറയുക, ഈ ഒരു പത്രങ്ങളിലും എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുക അങ്ങനെയൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സൈലന്റ് ആയിരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും സിവിൽ സർവൻസുകൾ. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കൂടുതൽ വർക്കുകൾ വരിക. ഒരു സബ് കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പൊസിഷൻസിൽ മാത്രമാണ് നമ്മൾ വളരെയധികം ലൗഡായിട്ട് നമ്മൾ മീഡിയയിൽ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതല്ലാത്ത സമയത്തെല്ലാം നമ്മളുടെ ജോലി എന്ന് പറയുന്നത് അങ്ങനെ വളരെ എന്താ പറയുക വിസിബിലിറ്റി ഉള്ള വർക്കൊന്നും ആയിരിക്കില്ല. ആ വർക്കും ചെയ്യാൻ തയ്യാറായിട്ടുകൊണ്ടായിരിക്കണം നമ്മളിതിന് വരേണ്ടത്. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക. നമ്മളുടെ ഒരു സിവിൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഇരിക്കുന്ന ഒരു പദവി കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിന് മാറ്റം വരുത്താനായിട്ട് പറ്റും. അതിനുള്ള പവർ അതിന് കിടക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസാണ്. ആർട്ടിക്കിൾ 312 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി രാജ്യസഭയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഉണ്ടാക്കിയുള്ള ഒരു സർവീസാണ്. അത് അത്രയ്ക്കധികം പ്രൊട്ടക്റ്റഡുമാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും അടിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരേ സമയം രണ്ട് സൈഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സർവീസൊക്കെയാണ്. അപ്പോൾ അത്രയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സർവീസ് ആകുമ്പോൾ എന്താ പറയുക, ഭയരഹിതമായി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കൂടിയാണ് സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് മെനി ഓഫ് യു വിൽ കം ടു സിവിൽ സർവീസ്. സിവിൽ സർവീസിന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. I hope all of you will contribute and make a great change into the society. Thank you.